Okay, good morning. Today I will discuss about the topic of that is dendritic growth, that is followed with nucleation. Okay, last class we have already discussed about that is homogeneous and heterogeneous nucleation, intercooling, and solidification of metals. Okay, today the continuation with that class. Today I will discuss about that is a dendritic growth and some more things. Okay, നമുക്കറിയാം ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് സോളിഡിഫിക്കേഷൻ എന്താണ്ടാവണേ? ആദ്യം എന്ത് ചെയ്യും? ഈച്ച് ന്യൂക്ലിയർ നമ്മൾ സോളിഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിന് മുന്നേ എന്തുണ്ടാവണം? അതിനെ മെൽറ്റ് ചെയ്ത് ലിക്വിഡ് ആവണം അല്ലേ? ഒരു മെറ്റലിൻ്റെ അടുത്ത് മെൽറ്റ് ചെയ്ത് ലിക്വിഡ് ആവണം. അപ്പോൾ ലിക്വിഡിനായിരിക്കുമ്പോൾ ആദ്യം നമുക്ക് ഫോം ചെയ്യുന്നത് എന്താണ്? ആദ്യം നമുക്ക് ഫോം ചെയ്യുന്നത് ഒരു ന്യൂക്ലിയാണ് ഫോം ചെയ്യുക. ഈ ന്യൂക്ലിയക്ക് എന്താ പ്രത്യേകതയുള്ളത്? അടുത്തുള്ള ആറ്റംസിനെ, ലിക്വിഡിനകത്തുള്ള ആറ്റംസിനെ അട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ ആറ്റംസിനെ അട്രാക്ട് ചെയ്യും. എന്നിട്ട് അങ്ങോട്ട് അട്രാക്ട് ചെയ്യും? സ്പേസ് ലാറ്റിസിലേക്ക്, 3 ഡയമെൻഷണൽ സ്പേസ് ലാറ്റിസിലേക്ക് അട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റൽ എന്ത് ചെയ്യും? ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്തിട്ട് എന്തിലേക്കാവും? നമ്മളിപ്പോൾ ഇവിടെയൊക്കെ കാണുന്ന പോലെ, ഇത് ഈ കാണുന്ന പോലെ 3 ഡയമെൻഷണൽ ഇതല്ലേ കാണുന്നത്. അപ്പോൾ അതുപോലെ ആറ്റംസിനെ അറ്റാച്ച് ചെയ്ത് ഒരു പ്രിഫേർഡ് ഡയറക്ഷനിലേക്ക് എത്തിക്കും. ഓക്കെ, ഇതൊരു എന്താ പറയുക, ആസ് ലൈക്ക് ഒരു ട്രീ പോലെ കാണുന്നത് അല്ലേ? ഇതൊരു ട്രീ പോലെയല്ലേ കാണുന്നത്. ഇതിന് നമ്മൾ പറയാം ക്യാരക്ടറിസ്റ്റിക്സ് ട്രീ എന്ന് പറയാം. ക്യാരക്ടറിസ്റ്റിക്സ് ട്രീ ഇങ്ങനെ ഈ ഫോമിലോട്ട് മാറുന്നതിനെ, അല്ലെങ്കിൽ ഇതിനെ ആണ് നമ്മൾ എന്ത് പറയാ? ഡെൻഡ്രൈറ്റ് എന്ന് പറയാം. പല്ലിലൊക്കെ പറയില്ലേ ഡെൻഡ്രൈറ്റ്? അത് ഇങ്ങനെയല്ല പറയാ, പക്ഷെ എങ്കിൽ പോലും ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് മനസ്സിലായോ? ആദ്യം ഒരു ന്യൂക്ലിയർ ഫോം ചെയ്തു, അത് അതിന്റെ ഗ്രോത്ത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്, 3 ഡയമെൻഷണൽ സ്പേസ് ലാറ്റസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്തൊരു ട്രീ ലൈക്ക് സ്ട്രക്ചർ കിട്ടി, ക്യാരക്ടറിസ്റ്റിക് സ്ട്രക്ചർ കിട്ടി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇനി എന്ത് ചെയ്യും? അപ്പോൾ ആദ്യം ഒരു ഡയറക്ഷനിലായിരിക്കും നമുക്ക് ചിലപ്പോൾ നോക്കുവാണെങ്കിൽ പ്രൈമറി ആം ഈ പറയുന്ന ഈ ഒരു ഡയറക്ഷനിൽ മാത്രമായിരിക്കും ചിലപ്പോൾ ആദ്യം ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ അത് എന്താവും? എല്ലാ ഡയറക്ഷനിലേക്കും എക്സ്റ്റെൻഡ് ആവും. മനസ്സിലായോ? ഈ ഡയറക്ഷനിലാണ്ട് ഈ ഡയറക്ഷനിൽ ഗ്രോത്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങി എല്ലാ ഡയറക്ഷനിലേക്കും എന്ത് ചെയ്തു? ഈ ഡെൻഡ്രൈറ്റിക് ഗ്രോത്ത് ഉണ്ടാവുന്നത് എന്തായി? എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് അത് ഒരു സ്പേസ് ലാറ്റിസിലേക്ക് വന്നു. അങ്ങനെ വലുതായിട്ടാണ് സ്പേസ് ലാറ്റിസ് ഉണ്ടാവുന്നത്. ഓക്കെ, ചില കേസിൽ ചിലപ്പോൾ ഇതിൻ്റെ നമ്മളൊരു ചില കേസിൽ നമ്മൾ മെറ്റൽസ് എടുക്കുമ്പോൾ ഈ ബ്രാഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ടാവും? കുറച്ച് ചെരിഞ്ഞൊക്കെ പോകുന്നുണ്ടാവും. ചില കേസിനകത്ത് റിജിഡ് ജോമെട്രി ഒക്കെ ആയിരിക്കും ഉണ്ടാവും. ചിലത് റിജിഡ് ആയിരിക്കും, ചിലത് എന്തായിരിക്കും നമ്മൾ നോക്കുമ്പോൾ ചില കേസിൽ കേട്ടോ, എല്ലായ്പ്പോഴും അല്ല. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിനെ കണ്ടോ? ഇതിങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ട്രീ പോലെയാണ് നിൽക്കണേ. കണ്ടോ? ട്രീ, അതിന്റെ ബ്രാഞ്ചസ് കണ്ടോ? ഓക്കെ, അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക് ട്രീ എന്ന് പറയുന്നത്. ഇത് നമ്മൾ അതുകൊണ്ടാണ് ക്യാരക്ടറിസ്റ്റിക് ട്രീ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ജനറലി പറയുന്നതാണ് ഡെൻഡ്രൈറ്റ്. അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഈ കാണുന്ന സ്ട്രെയിറ്റ് ലൈൻ ട്രീയുടെ സ്ട്രക്ചർ കാണുമ്പോൾ ഇത് കാണുന്നില്ലേ? ഇത് എപ്പോഴും ഒരു എന്തായിരിക്കും? റിജിഡ് ആയിരിക്കും കാണുന്നുണ്ടാവും. ബാക്കിയുള്ള ഭാഗമായിരിക്കും എന്ത് വേരിയേഷൻസ് ഉണ്ടാവും ബ്രാഞ്ചസിന്. ഓക്കെ, ഇതിന് നമ്മൾ ഡെൻഡ്രൈറ്റിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെൻഡ്രൈറ്റിക് ഗ്രോത്ത് എന്നുള്ളത്. നമുക്ക് നോക്കാം എന്താണ് ഇനി ഗ്രെയിൻ എന്താണ്, ഗ്രെയിൻ സൈസ് എന്താണ് എന്നുള്ളതൊക്കെ നോക്കാം. ഇനി നമുക്കറിയാം, നമ്മളൊരു മോൾട്ടൺ മെറ്റൽ നമ്മൾ കൂൾ ചെയ്യുവാണ്. മോൾട്ടൺ മെറ്റലിനെ കൂൾ ചെയ്യുവാണ്. അത് കൂൾ ചെയ്തിട്ട് ഏതെത്തി? ഒരു ഫ്രീസിങ് പോയിന്റ് എത്തി. അപ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? അപ്പോൾ ആ കേസിലാണ് നമുക്ക് ഒരു ന്യൂക്ലിയസ് ഫോം ചെയ്ത് ആ ന്യൂക്ലിയസ് രണ്ടാമത് വലുതായിട്ട് എന്താവുന്നത്? ഒരു ക്രിസ്റ്റലൊക്കെ ഉണ്ടാവണേ. പറയാം, നമ്മൾ പതുക്കെയാണ് കൂൾ ചെയ്യുന്നതെങ്കിൽ, ചെറുതായിട്ട് സ്മോൾ കൂളിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, അവിടെ നമുക്ക് ഉണ്ടാവുന്ന ചെറിയൊരു അണ്ടർ കൂളിംഗ് ഉണ്ടാവുള്ളൂ. ഇതിന്റെ സമയത്ത്, സോളിഡിഫിക്കേഷന്റെ സമയത്ത് ഇതാണ് നമുക്ക് എന്തുണ്ടാവുക? ന്യൂക്ലിയർ ഉണ്ടാക്കുക. അത് ഫോം ചെയ്ത റിസൾട്ടിനായിട്ട് എന്തായിട്ടുണ്ടാവുക? ഒരു ക്രിസ്റ്റലായിട്ട് ഫോം ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്യുന്ന കൂളിംഗ് എന്നുള്ളത് റാപ്പിഡ് ആണെന്ന് വെക്കുക. റാപ്പിഡ് ആയിട്ട് കൂൾ ചെയ്യുക, പെട്ടെന്ന് കൂൾ ചെയ്യുകയാണ്, ഹൈ ഡിഗ്രി. അപ്പോൾ അവിടെ എന്തുണ്ടാവും? സൂപ്പർ കൂളിംഗ് ഉണ്ടാവും. ഹൈ ഡിഗ്രി ഓഫ് അണ്ടർ കൂളിംഗ് ഉണ്ടാവും. ഹൈ ഡിഗ്രി ഓഫ് അല്ലെങ്കിൽ എന്തുണ്ടാവും? സൂപ്പർ കൂളിംഗ് ഉണ്ടാവും. അപ്പോൾ അവിടെ പ്രത്യേകത എന്താ? നമ്മൾ നേരത്തെ കുറച്ച് ഗ്രെയിൻസ് ആണ് ഉണ്ടായെങ്കിൽ, ചെറുതാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ലാർജ് നമ്പർ ഓഫ് എന്തുണ്ടാവും? ന്യൂക്ലിയർ ഉണ്ടാവും. കൂടുതൽ നമ്പർ ഓഫ് ന്യൂക്ലിയർ ഉണ്ടാവും. ഇനി എന്ത് ചെയ്യും? ഇതന്നെ എന്തുണ്ടാക്കുന്നുണ്ടാവും? കുറേ
ഗ്രെയിൻ സൈസ് ഉണ്ടാക്കുന്നുണ്ടാവും, ചെറിയ ഗ്രെയിൻ സൈസ് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടാവും. മനസ്സിലായോ? അവിടെ കുറവാണെങ്കിൽ അവിടെ നമുക്ക് കുറവാണ്, കൂളിംഗ് കുറവായതുകൊണ്ട് അവിടെ ഗ്രെയിൻ സൈസ് കുറവാണ്, ന്യൂക്ലിയർ ഫോർമേഷൻ കുറവാണ്, ക്രിസ്റ്റൽ കുറവാണ്. പക്ഷെ ഇവിടെ ആകുമ്പോൾ എന്തുണ്ടാവും, പെട്ടെന്ന് കൂൾ ചെയ്യുമ്പോൾ കൂളിംഗ് റേറ്റ് ചിലപ്പോൾ കൂടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് എന്താവും, ഗ്രെയിൻ സൈസ് നമുക്ക് കൂളിംഗ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് എന്താവും, കൂടുതൽ നമ്പർ ഓഫ് ന്യൂക്ലിയർ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താവും, ചെറിയ ഗ്രെയിൻ സൈസ് ഉണ്ടാവും. കൂടുതൽ നമ്പർ ഓഫ് ചെറിയ ഗ്രെയിൻ സൈസ് ഉണ്ടാവും, സ്മോൾ ഗ്രെയിൻ സൈസ് ഉണ്ടാവും. ഇനി ഈ ഗ്രെയിൻ സൈസിന് എന്താണ് മെറ്റീരിയൽ പ്രോപ്പർട്ടിയിൽ നമുക്ക് എന്താണ് എഫക്ട്സ് നോക്കാം. ഓക്കെ, അപ്പോൾ സാധാരണ നമുക്ക് നമ്മളൊരു മെറ്റീരിയൽ എടുക്കുകയാണ്. മെറ്റീരിയലിനകത്ത് നമുക്ക് ഗ്രെയിൻ സൈസ് കാണാം, പലതരത്തിലുള്ള ഗ്രെയിൻ സൈസ് ഉണ്ട്. അപ്പോൾ ഈ ഗ്രെയിൻ സൈസ് എന്നുള്ളത് അതിൻ്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടീനെ എഫക്ട് ചെയ്യും. എങ്ങനെയാണെന്നറിയൂ, അത് ന്യൂക്ലിയേഷൻ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യും. ഗ്രോത്തിനെ എന്ത് ചെയ്യുന്നുണ്ടാവും, ആര് കൺട്രോൾ ചെയ്യുന്നുണ്ടാവും, ഗ്രെയിൻ സൈസ് കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ എന്താ ചെയ്യുന്നുണ്ടാവുക, ഇത് നമ്മൾ എക്സ്റ്റേണൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ ഹാർഡനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയും ഏത് കൺട്രോൾ ചെയ്യും, ഈ പറയുന്ന നമ്മൾ ഗ്രെയിൻ സൈസ് കൺട്രോൾ ചെയ്യും. ഗ്രെയിൻസ് ഉണ്ടാവും, അതിൻ്റെ സൈസിനനുസരിച്ച് ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യും. ലാർജ് നമ്പർ ഒരു ഫോഴ്സ് ഒക്കെ വരുമ്പോഴാണ് പിന്നെ ബ്രേക്ക് വരിക, അങ്ങനത്തെ കോൺസെപ്റ്റ് ഒക്കെ വരുന്നുണ്ടാവും. ബാക്കി ചെറുവക എല്ലാ ട്രീറ്റ്മെൻറ്റ്സും എല്ലാ കാര്യത്തിനെയും ആരെ എഫക്ട് ചെയ്യും, ഗ്രെയിൻ സൈസ്. അതുകൊണ്ടാണ് നമ്മൾ തെർമൽ നിങ്ങൾക്ക് പഠിക്കുന്നില്ല, ഇപ്പോൾ നമ്മൾ പറയും ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പറയും. ഈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഗ്രെയിൻ സൈസ്, പ്രോപ്പർട്ടീസ് മാറുന്നത് കൺട്രോൾ ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗ്രെയിൻ സൈസ് ഡിറ്റർമിനേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ നോക്കുന്നത് പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയലാണ് പ്രോപ്പർട്ടീസ് എന്നുള്ളത്. നമുക്കറിയാം പ്രോപ്പർട്ടീസ് എന്നുള്ളത് ഗ്രെയിൻ സൈസിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ടാവും, വേരി ഉണ്ടാവും അല്ലേ. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇന്റർസെപ്റ്റ് മെത്തേഡ്. ഇന്റർസെപ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ നമ്മളൊരു മെറ്റീരിയലിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് എടുക്കും. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ ചെറിയ ലൈൻസോ എന്തെങ്കിലും ഡെൻഡ്രൈറ്റോ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഫോം ചെയ്തിട്ടുണ്ടാവും. ഫോട്ടോഗ്രാഫ് എന്നല്ല, അല്ലെങ്കിൽ മൈക്രോഗ്രാഫ് എടുക്കും. അപ്പോൾ ചെറിയ ഗ്രെയിൻസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടെങ്കിൽ ഇതിന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻസ് ആകും. എനിക്കത് കാണിക്കാൻ പറ്റില്ല, ഫോട്ടോഗ്രാഫ് നമുക്ക് ഇതിനടുത്ത് ഇട്ടിട്ടില്ല, അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഇല്ല. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു ഗ്രെയിൻ കാണുവാണെങ്കിൽ ആ ഗ്രെയിൻസിനെ നമ്മൾ എന്ത് ചെയ്യും, എക്സ്റ്റെൻഡ് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ ആക്കും. അതിൻ്റെ ലെങ്ത് ഒക്കെ സെയിം ആക്കും ഈ കാണുന്ന ലൈൻസിൻ്റെ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, സ്ട്രെയിറ്റ് ലൈൻസ് ഇങ്ങനെ സെയിം ലെങ്ത്തിൽ നമ്മളിങ്ങനെ വരയ്ക്കും. ഓക്കെ, അപ്പോൾ ഈ നമ്മളിപ്പോൾ എടുത്ത മൈക്രോഗ്രാഫ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിനകത്താണ് നമ്മളത് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്കൊരു സ്ട്രക്ചർ കാണാം. അപ്പോൾ ഈ സ്ട്രക്ചർ എന്നുള്ളത് ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അടുത്തുള്ള ഇതായിട്ട് ടച്ച് ചെയ്യുന്നുണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടാവും. ഓരോ ലൈൻസിനെ അല്ലെങ്കിൽ ലൈൻ സെഗ്മെന്റിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്യാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, സ്ട്രെയിറ്റ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക, ഒരേ ലെങ്ത്തിലാക്കുക. അപ്പോൾ നോക്കുമ്പോൾ എന്തുണ്ടാവും, അതിനകത്ത് ഈ ഗ്രെയിൻസ് ഒക്കെ എന്തുണ്ടാവും, ചില സ്ഥലത്തൊക്കെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, അത് കൗണ്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എത്ര എണ്ണം ഉണ്ട് നോക്കുക, അതിൻ്റെ ലെങ്ത്ത് നോക്കുക. ലെങ്ത്തിനെ എന്ത് ചെയ്യുക, അത് എത്ര എണ്ണം വന്നിടുന്നത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്പർ ഓഫ് ഗ്രെയിൻസ് ഇന്റർസെക്റ്റഡ് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന് ഡയമീറ്റർ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി അത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ലീനിയർ മാഗ്നിഫിക്കേഷൻ ഓഫ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഡിവൈഡ് ദിസ് റിസൾട്ട് നമ്മൾ സാധാരണ എന്താ ചെയ്യുക, എത്ര ലീനിയർ മാഗ്നിഫിക്കേഷൻ ഓഫ് മൈക്രോഗ്രാഫ് എടുത്തിട്ടുണ്ടെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇതിൻ്റെ ഡയമീറ്റർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനൊരു മെത്തേഡ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഫോട്ടോ എടുക്കണില്ലേ, അത് ചിലപ്പോൾ അതൊരു മൈക്രോസ്കോപ്പായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് ആ ഇമേജ് നമുക്ക് അതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോ മൈക്രോഗ്രാഫ്. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്ടാവണേ, ജസ്റ്റ് നമ്മൾ ഫോട്ടോ മൈക്രോഗ്രാഫ് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുന്നു, അല്ലെങ്കിൽ മൈക്രോഗ്രാഫ് എടുക്കുന്നു. ആ ഫോട്ടോ എന്ത് ചെയ്യും, ആ ഫോട്ടോയിൽ നമ്മൾ കുറച്ച് ലൈൻസ് കാണാം. അതിന് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് നമ്മൾ ഫോം ചെയ്യും ഗ്രെയിൻസിനെ. ആ സ്ട്രെയിറ്റ് ലൈൻസിൽ ചിലപ്പോൾ ഇന്റർസെക്ട് ചെയ്ത് പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്പർ നമ്മൾ എടുക്കുക, അതിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുക്കുക. ഇത് എന്ത് ചെയ്യുക, അത് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് അതിന്റെ ആവറേജ് ഡയമീറ്റർ കണ്ടുപിടിക്കേണ്ടി വരും. അത് ചെയ്യണത് എന്തിനാ? ആ റിസൾട്ടിനെ നമ്മൾ എത്ര മാഗ്നിഫിക്കേഷൻ ഓഫ് നമ്മൾ എന്തെടുത്തിട്ടുണ്ട്, ഫോട്ടോ മൈക്രോഗ്രാഫിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഡയമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യും. അതാണ് ദാറ്റ് ഈസ് എ മെത്തേഡ്, ഒരു മെത്തേഡ് ഗ്രെയിൻ സൈസ് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഒരു മെത്തേഡ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ഫോട്ടോ മൈക്രോഗ്രാഫ് ഉണ്ട്, പ്ലസ് അതിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു മൈക്രോസ്കോപ്പ് ഉണ്ടാവും. ഓക്കെ, മൈക്രോസ്കോപ്പ് ഉണ്ടാവും. ഈ സെറ്റപ്പിന് നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോ മൈക്രോഗ്രാഫ് അല്ലേ. ഒരു ഫോട്ടോ എടുക്കാനായിട്ടൊരു മൈക്രോഗ്രാഫ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ടാവും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോ മൈക്രോഗ്രാഫ്. ഇനി അടുത്തൊരു മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ASTM പ്രപ്പോസ് ചെയ്തിട്ടുള്ളതാണ്, വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ സൊസൈറ്റി ഫോർ ടെസ്റ്റിംഗ് ആൻഡ് മെറ്റീരിയൽസ്. ഓക്കെ, അപ്പോൾ അവിടെ അവർ ചെയ്യുന്ന മെത്തേഡും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് അവിടെ സാധാരണ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഓറിയന്റേഷൻ ഓഫ് ഗ്രെയിൻസ്. എന്താണ് ഈ ഓറിയന്റേഷൻ ഓഫ് ഗ്രെയിൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ നോക്കുവാണെങ്കിൽ, നമ്മളൊരു ക്രിസ്റ്റലോഗ്രാഫിക് ഓറിയന്റേഷൻ എടുക്കുവാണെങ്കിൽ അതിനകത്ത് എന്തുണ്ടാവും, ഗ്രെയിൻസ് ഫോം ചെയ്തിട്ടുണ്ടാവും. ഗ്രെയിൻസ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ റാൻഡം ആയിട്ടാണ് അതിനകത്ത് ക്രിസ്റ്റലോഗ്രാഫിക് ഓറിയന്റേഷൻ നമ്മൾ ഗ്രെയിൻസ് കാണുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, അത് ഒരു ദാറ്റ് ഈസ് ഒരു എന്താ പറയുക, നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, നമുക്ക് ഗ്രെയിൻസ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ എന്തായിരിക്കും, ചില ഒരു ഡയറക്ഷനിലെ ചില ഓറിയന്റേഷനിലൊക്കെയാണ് നമുക്ക് എന്തുണ്ടാവുക, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഡയറക്ഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് ഓറിയന്റേഷനിലൊക്കെയാണ് നമുക്ക് എന്തുണ്ടാവുക, ഗ്രെയിൻസ് ഫോം ചെയ്യുന്നുണ്ടാവും. നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുവാണെങ്കിൽ, നമ്മൾ എടുക്കുവാണ് അയൺ എടുക്കുവാണ്. അയൺ, ഗ്രെയിൻസ് ഓഫ് എൻ അയൺ ഓറിയന്റഡ് അയൺ എടുക്കുവാണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ചിലപ്പോൾ വരുന്നുണ്ടാവും എന്തായിരിക്കും, 100 ആണ് ചിലപ്പോൾ ഡയറക്ഷൻ വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനെടുക്കുമ്പോൾ അതിനെന്താണ്ടാവും, ചിലപ്പോൾ 100 ഡയറക്ഷൻ എടുക്കുമ്പോൾ അതിന് എന്തായിരിക്കും, മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഒക്കെ എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. മാഗ്നറ്റിക് പെർമിയബിലിറ്റി വളരെ കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ ഇതേ സംഭവം തന്നെ വേറെ ഓറിയന്റേഷൻ എടുക്കുകയാണെങ്കിലോ ചിലപ്പോൾ അത് കുറവായിരിക്കും. ഇതാണ് ദാറ്റ് ഈസ് ഡിപ്പെൻസ്. ഓറിയന്റേഷൻ എന്നുള്ളത് അല്ലെങ്കിൽ ഡയറക്ഷൻ എന്നുള്ളത് ഡിപ്പെൻഡൻ്റ് ആണ്. മനസ്സിലായോ? ഗ്രെയിൻസിന്റെ ഡയറക്ഷൻ എന്നുള്ളത് എന്താണ്, ഡിപ്പെൻഡൻ്റ് ആണ്. നമുക്ക് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഗ്രെയിൻ ബൗണ്ടറി. എന്താണ് ഈ ഗ്രെയിൻ ബൗണ്ടറി എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഒരു പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയലാണ്. നമുക്കറിയാം എങ്ങനെയാണ് ഗ്രെയിൻസ് ഫോം ചെയ്യുന്നത്. ഗ്രെയിൻസ് നമ്മൾ ആദ്യം ഒരു ന്യൂക്ലിയർ ഫോം ചെയ്തു. ആ ന്യൂക്ലിയർ പിന്നെ എന്ത് ചെയ്താണ്, എക്സ്റ്റെൻഡ് ചെയ്ത് അതെന്താവും, ഒരു ക്രിസ്റ്റലാവും സ്പേസ് ലാറ്റിസിനകത്ത് 3 ഡയമെൻഷനിലേക്ക്. പിന്നെ അത് ക്രിസ്റ്റലാവുന്നു. അതിന്റെ നമ്പർ കൂടിയിട്ട് നമ്മൾ എന്താവും, ഒരു ഡെൻഡ്രൈറ്റ് ഉണ്ടാവും അല്ലേ. പിന്നെ അത് സ്പേസ് ലാറ്റിസിൽ അങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രെയിൻ ബൗണ്ടറി ഏതിനകത്താണ്, ഒരു പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയലാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ലാറ്റിസ് എടുക്കുകയാണ്, ക്രിസ്റ്റൽ ലാറ്റിസ് എടുക്കുകയാണെങ്കിൽ, പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയലിന്റെ ക്രിസ്റ്റൽ ലാറ്റിസ് എടുക്കുകയാണെങ്കിൽ ഗ്രെയിൻ ബൗണ്ടറി എന്ന് വെച്ചാൽ അതിനകത്ത് എന്തുണ്ടാവും, നമ്മൾ സാധാരണ കാണുന്ന പോലെയല്ല ലാറ്റിസ് ഉണ്ടാവുക. അതിനകത്ത് എന്തുണ്ടാവും, ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഏരിയ ചിലപ്പോൾ എന്തായിരിക്കും, ആറ്റംസ് ഒരു ഓറിയന്റേഷനിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതിന്റെ അഡ്ജസ്റ്റന്റ് ചിലപ്പോൾ എന്തായിരിക്കും, അടുത്തൊരു ഓറിയന്റേഷനിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. കുറച്ച് ആറ്റംസ്, ഒന്നല്ല കേട്ടോ, കുറച്ച് നമ്പർ ഓഫ് ആറ്റംസ്. അപ്പോൾ അങ്ങനെ വരുന്നതാണ് ഒരു വൈഡ് അറ്റോമിക് റേഞ്ചിൽ, ദാറ്റ് ഈസ് ഡയമീറ്ററിൽ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയാം. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ചിലൊരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ, ചില ഏരിയ നമ്മൾ എടുക്കുമ്പം അവിടെ ആറ്റംസ് തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ എന്തുണ്ട്, ഒരു റീജിയൻ, ഒരു കംപ്രഷൻ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ചില ഏരിയയിൽ നോക്കുമ്പോൾ എന്താവും, ഈ ആറ്റംസ് തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവില്ല. ചിലപ്പോൾ എന്തായിരിക്കും, അവിടെ ഒരു നേരെ ഓപ്പോസിറ്റ് ടെൻഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമ്മളങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അത് ഓരോ ഗ്രെയിൻസ് ഫോം ചെയ്യുന്ന സ്ഥലത്തും അങ്ങനെ ഡിഫറൻസ് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ക്രിസ്റ്റലിന്റെ ഡയറക്ഷനൊക്കെ എന്തുണ്ടാവുക, ചേഞ്ച് ചെയ്ത് വരുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനെ ഒരു മിസ്അലൈൻമെന്റ് വരികയാണ് എന്തെന്നുള്ളത്, അഡ്ജസന്റ് ആയിട്ടുള്ള ഗ്രെയിൻസ് തമ്മിൽ. ഓക്കെ, അപ്പൊ അതൊരു ചിലപ്പോൾ എന്തായിരിക്കും, ഒരു ഡിഫറെന്റ് ആംഗിളിൽ മിനിമം ഒരു 10 ഡിഗ്രി ഒക്കെ ആയിരിക്കും. 10 ഡിഗ്രി ഒക്കെയാണ് സാധാരണ കാണുന്നുണ്ടാവുക. 10 ഡിഗ്രി ആംഗിളിലായിരിക്കും ഈ ഗ്രൈൻസ് തമ്മിൽ എന്ത് വരുന്നുണ്ടാവുക, ഡിഫറൻസ് വരുന്നുണ്ടാവുക. ഓക്കെ, അല്ലെങ്കിൽ ഈ മിസ് അലൈൻമെന്റ് വരുന്നുണ്ടാവുക. അപ്പോൾ അതിന് നമ്മൾ സാധാരണ പറയുന്നതാണ് ലോ ഗ്രെയിൻ ബൗണ്ടറി അല്ലെങ്കിൽ ടിൽറ്റ് ബൗണ്ടറി. ഇനി ചില കേസിനകത്ത് എന്താവും, ഹൈ ബൗണ്ടറി ആംഗിൾസും ഉണ്ടാവും.
ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി എന്നുള്ളത് ഗ്രെയിൻ ബൗണ്ടറി എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഇപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ വൺ സെക്കൻഡ്, നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ ഈ ആറ്റംസ് തമ്മിൽ എന്തുണ്ട്, ഇവിടെ നമുക്ക് ഇത് തമ്മിലൊരു കംപ്രഷൻ ഉണ്ട്. കണ്ടോ, ഈ ആറ്റംസ് തമ്മിലൊരു കംപ്രഷൻ ഉണ്ട് അല്ലേ, ഈ സൈഡ് മൊത്തം. ഓക്കെ, അതുപോലെ ഇവിടെ ഈ ഇതൊക്കെ തമ്മിൽ നല്ലൊരു കംപ്രഷൻ ഉണ്ട്. പക്ഷേ ഇത് മൊത്തം ഗ്രെയിൻ എടുത്ത് വയ്ക്കാം. അപ്പം ഇതും തമ്മിൽ എന്തുണ്ട്, ഒരു ആംഗിൾ ഓഫ് ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ, ഒരു ആംഗിൾ ഓഫ് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തേക്ക് വന്നിട്ട് അല്ലേ, ഒരു ആംഗിൾ ഓഫ് ചേഞ്ച് വന്നിട്ടുണ്ട്. എല്ലാം ഒരുപോലെ അല്ലോ, നമ്മൾ കാണുന്ന എല്ലാ ഏരിയയും ഒരുപോലെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ബൗണ്ടറി ഇല്ല. ഉണ്ടോ? ഇപ്പം ഇവിടെ ഒരു അട്രാക്ഷൻ ഉണ്ട്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, ഇതൊരു റേഞ്ച് ആണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, അത് മിസ് അലൈൻമെന്റ് ആണ് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത് രണ്ടും തമ്മിലൊരു എന്ത് വന്നിട്ടുണ്ട്, ഒരു മിസ് അലൈൻമെന്റ് അല്ലെങ്കിൽ ഒരു ടെൻഷൻ വന്നിട്ടുണ്ട് ആ ഒരു ബൗണ്ടറിയിൽ. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് തമ്മിൽ എന്തുണ്ട്, നമുക്ക് അട്രാക്ഷൻ ഉണ്ട്. അതെല്ലാം കൂടെ ഒരു ഇതിലാണ് നിൽക്കുന്നത്, ഒരു ഓറിയന്റേഷനിലാണ് നിൽക്കുന്നത്. ഇനി അടുത്തുള്ള കുറച്ച് ആറ്റംസ് നിൽക്കുന്നത് ഒരു ഓറിയന്റേഷനിലാണ് നിൽക്കുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് നിൽക്കുന്ന ഓറിയന്റേഷനാണ്. അത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെൻഷൻ വരുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയും. ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയാം. അപ്പോൾ സാധാരണഗതിക്ക് നമ്മൾ പറയുമ്പോൾ ലോ ആംഗിൾ എന്ന് വെച്ചാൽ ഒരു 10 ഡിഗ്രി വരെയാണ് മിസ് അലൈൻമെന്റ് വരേണ്ടാവുക. 10 ഡിഗ്രി, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലോ ആംഗിൾ എന്ന് പറയുക. അതേസമയം തന്നെ ആറ്റംസ് തമ്മിൽ ചിലപ്പോൾ എന്തായിരിക്കും, ഇപ്പം ഇത് നമ്മൾ നോക്കിയപ്പോൾ ഇത് ആറ്റംസ് തമ്മിൽ എന്താ അട്രാക്ഷൻ ഉണ്ട്. ഈ ഒരു ഗ്രൂപ്പ് തമ്മിലാണ് ടെൻഷൻ വന്നത്. ടെൻഷൻ വന്നത്. അപ്പം ഇത് ഓരോ ആറ്റംസ് തമ്മിൽ ചിലപ്പോൾ എന്തുണ്ടാവും, ഒരു ആംഗിൾസ്, പർട്ടിക്കുലർ ആംഗിൾ എന്തുണ്ടാവും, ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇതുണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. അതിനെ നമ്മൾ പറയുന്ന പേരാണ്, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും വരിക. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ആംഗിൾ ഗ്രെയിൻസ് തമ്മിൽ ഇതും 2 ഗ്രെയിൻസ് ഫോം ചെയ്തിരിക്കുകയാണ്, ഇത് തമ്മിൽ അല്ലെങ്കിൽ അവിടെ തമ്മിൽ എന്തായിരിക്കും, ഒരു പർട്ടിക്കുലർ ടെൻഷൻ, പർട്ടിക്കുലർ ആംഗിൾ, ഹൈ ആംഗിളിൽ ഗ്രേറ്റർ ദാൻ 10 അല്ലാതെ കൂടുതൽ വരും. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഹൈ ഡിഗ്രി ഗ്രെയിൻ ബൗണ്ടറി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് എഫക്റ്റ് ഓഫ് ഗ്രെയിൻ ബൗണ്ടറി. ദാറ്റ് ഈസ് എഫക്റ്റ് ഓഫ് ഗ്രെയിൻ ബൗണ്ടറി ഓൺ ഡിസ്ലൊക്കേഷൻ ആൻഡ് ക്രീപ്പ്. എഫക്റ്റ് ഓഫ് ഗ്രെയിൻ ബൗണ്ടറി ഓൺ ഡിസ്ലൊക്കേഷൻ ആൻഡ് ക്രീപ്പ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ നേരത്തെ ഒരു ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക, മിസ് അലൈൻമെന്റ് ഉണ്ടാവും അല്ലേ, അടുത്തുള്ള ആറ്റംസ് തമ്മിൽ എന്തുണ്ടാവും, മിസ് അലൈൻമെന്റ് ഉണ്ടാവും. അതെന്താണ്, ഒരു ഡിഫറെന്റ് ലൊക്കേഷൻസ്, ഡിസ്ലൊക്കേഷൻ ആണ്. അതങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അങ്ങനെ എന്തുണ്ടാവുക, ഈ ഗ്രെയിൻ ബൗണ്ടറീസിന്റെ എഡ്ജ് നമ്മൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. നമ്മളൊരു ഹൈ ആംഗിൾ, ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ തമ്മിലൊരു ആംഗിൾ അത്ര വലിയ ഡിഫറൻസ് ഇല്ല അല്ലേ, ഈ നമ്മൾ തമ്മിലുള്ള ആറ്റംസ് തമ്മിൽ ആംഗിൾ എന്തില്ല, അത്ര ഡിഫറൻസ് ഇല്ല. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയുക, ലോ ആംഗിൾ എന്ന് പറയാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ആംഗിൾ ഡിഫറൻസ് വളരെ കുറവാണ് അല്ലേ. നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ എടുത്തു, ഇത് കഴിഞ്ഞ് അടുത്തത് ഇങ്ങനെ എടുത്തു, രണ്ടാമത്തെ ലൈൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ ഡിഫറൻസ് കാര്യമായിട്ടില്ല. പക്ഷേ അതേസമയം നമ്മൾ കുറച്ചും കൂടെ, ഇപ്പം ഇവിടെ നമ്മൾ ഇത് 2 ആംഗിൾ എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇത് ഇങ്ങനെ വന്നു, ഇവിടുത്തെ കേസ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇത് ഇങ്ങനെ വന്നു, രണ്ടിൻ്റെയും. അപ്പോൾ ഇവിടെ കുറച്ച് എന്തായിരിക്കും, ഈ കേസിനകത്ത് ചിലപ്പോൾ എന്തായിരിക്കും, ആംഗിൾ ഡിഫറൻസ് ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഹൈ ആംഗിൾ എന്നുള്ള കോൺസെപ്റ്റ് വരുമ്പോൾ എന്താ ഉണ്ടാവണേ, അവിടെ ലാറ്റിസിനകത്ത് ചെറുതായിട്ട് എന്തായാലും ഒരു ഡിസോർഡർ ഉണ്ടാവും. എന്ത് തമ്മിൽ, നൈബറിങ് ഗ്രെയിൻസ് തമ്മിൽ. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സംഭവം ഇതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടല്ലേ, എന്നുണ്ടാവും, ഒരു ലാറ്റിസ് ഡിസോർഡർ ഉണ്ടാവും നൈബറിങ് ഗ്രെയിൻസ് തമ്മിൽ. ഓക്കെ, ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, ഡിസ്ലൊക്കേഷന് എന്തുണ്ടാവില്ല, മൂവ്മെൻറ്റ് വരണ്ടാവില്ല. ഓക്കെ, അല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഒരു ഗ്രെയിൻ ബൗണ്ടറി ലെഡ്ജ് ഫോം ചെയ്യുന്നുണ്ടാവും, അപ്പോൾ ഇങ്ങനെ ആംഗിൾ ഓഫ് മിസ്മാച്ച്, ഇങ്ങനെ അപ്പോൾ ഈ മിസ്മാച്ച് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുണ്ടാവും, ഡെൻസിറ്റി ഓഫ് ഈ ലെഡ്ജ്, നമ്മൾ ഫോം ചെയ്ത ലെഡ്ജ് ഉണ്ടല്ലോ, അതും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ആംഗിൾ ഓഫ് മിസ്മാച്ച് ആംഗിൾ ഇൻക്രീസ് ചെയ്യുന്ന പോലെ തന്നെ എന്തുണ്ടാവും, ഡെൻസിറ്റി, അതിൻ്റെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ടാവും,
ലെഡ്ജിന്റെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ടാവും? ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. ഈ ലെഡ്ജ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ലെഡ്ജാണ് നമ്മൾ എന്തുണ്ടാക്കണേ? ഈ ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാക്കണേ. ഇത് ഫർദർ ആണ് എന്തായിട്ട് മാറുണ്ടാവുക? ഡിസ്ലൊക്കേഷൻസ് ആയിട്ട് മാറുന്നുണ്ടാവും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇത് ഒരു കേസ്. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്താണ് ലോ ആംഗിൾ ബൗണ്ടറി എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ കേസൊക്കെ എടുക്കുകയാണ്. ഈ കേസ് നമ്മൾ എടുക്കുകയാണ്. താഴത്തെ കേസ് നമ്മൾ ലോ ആംഗിൾ ബൗണ്ടറി. ഓക്കെ, അവിടെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഡിസ്ലൊക്കേഷൻ ഒന്നായിട്ട് കാണില്ല. എന്താണ് സാധാരണ നോർമൽ പോലെ ആറ്റംസ് അറേഞ്ച് ചെയ്ത പോലെ തന്നെ കാണുന്നുണ്ടാവുക അല്ലേ? അവിടെ വലിയ കാര്യമായിട്ടുള്ള മാറ്റംസ് ഒന്നുമില്ല അല്ലേ? പക്ഷെ നമ്മൾ ഹൈ ആംഗിളിലാണ് നമുക്ക് എന്ത് വരുന്നുണ്ടാവുക? ചെറിയ ചേഞ്ച് നമ്മൾ കാണുന്നുണ്ടാവുക, ചേഞ്ച് ഉണ്ടാവുക. അവിടെ നമുക്ക് എന്തുണ്ടാവും? ലെഡ്ജ് ഫോം ചെയ്യുന്നുണ്ടാവും. അതിന്റെ നമ്പർ എന്ത് ചെയ്യുന്നുണ്ടാവും? ലെഡ്ജിന്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ എന്താ പ്രത്യേകത വരുന്നുണ്ടാവുക? നമുക്ക് അവിടെ വരുന്നുണ്ടാവുക എന്താണ്? അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രൂപ്പ് ഓഫ് എന്തിനാ കാണാൻ പറ്റും? ഇമ്മൊബൈൽ ഡിസ്ലൊക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഗ്രെയിൻ ലെഡ്ജ് ഫോം ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ അവിടെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ഗ്രെയിൻ ബൗണ്ടറി ലെഡ്ജ് ഫോം ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പിന്നെ അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്യുന്നുണ്ടാവും? ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. അതാണ് നമുക്ക് എന്തിനകത്ത് വരിക? ലാർജ് ഗ്രെയിൻ അല്ലെങ്കിൽ ഗ്രെയിൻ ആംഗിളിനകത്ത് വരിക. സ്മോൾ ഗ്രെയിൻ ആംഗിളിനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ? ആസ് ലൈക്ക് എന്താണ് നോർമൽ ആറ്റം പോലെ തന്നെ കാണുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ട് അവിടെ എന്തുണ്ടാവും? ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാക്കുന്നുണ്ടാവും. സ്ട്രെസ് കോൺസെൻട്രേഷൻ എവിടെ? സ്ലിപ്പ് പ്ലെയിനിലെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാവും. ഇത് എന്തുണ്ടാക്കും? പുതിയ ഡിസ്ലൊക്കേഷൻ ആയിട്ട് മാറും. ഡിസ്ലൊക്കേഷൻസ് നമുക്ക് ഇത് ഇങ്ങനെ ഇതുണ്ടാവുക ഹൈ ആംഗിളിലാണല്ലോ ഈ വ്യത്യാസം വരുന്നുണ്ടാവുക. അപ്പോൾ അത് എന്തായിട്ട് മാറും? നമ്മൾ തമ്മിൽ ഇപ്പോൾ ഡിസ്ലൊക്കേഷൻ നമ്മളിപ്പോൾ നമ്മുടെ ഗ്രെയിൻസ് തമ്മിലുള്ള ഒരു ഡിസ്ലൊക്കേഷൻ ആയിട്ട് അത് മാറും. അങ്ങനെ ഇത് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ, അത് ഓരോ ഗ്രെയിൻ ബൗണ്ടറി തമ്മിലും ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ എന്തുണ്ടാവും? അതിന്റെ നമുക്ക് സാധാരണ വരുന്ന എന്താണ്? ഈ മെറ്റീരിയലിന്റെ ഹാർഡ്നെസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കാണുന്നതാണ് ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിങ്. ഇപ്പോൾ നമ്മൾ ഗ്രെയിൻ ബൗണ്ടറി, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഗ്രെയിൻ ബൗണ്ടറി കാണാം, അതിൻ്റെ സ്ലൈഡിങ് കാണാം. അപ്പോൾ നമുക്ക് ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇത് കാണുന്നത് നമ്മുടെ മെൽറ്റിംഗ് പോയിന്റ് ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ആ മെൽറ്റിംഗ് പോയിന്റ് ടെമ്പറേച്ചർ 0.5 ടൈംസ് ഓഫ് മെൽറ്റിംഗ് പോയിന്റ് ടെമ്പറേച്ചറിലാണ് നമുക്ക് എന്ത് കാണുന്നുണ്ടാവുക? ഈ ഡീഫോർമേഷൻസ് കാണുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു റേഞ്ചിൽ 0.5 ടൈംസ് ഓഫ് മെൽറ്റിംഗ് പോയിന്റിൽ നമുക്ക് എന്തുണ്ടാവും? ഡീഫോർമേഷൻ അല്ലെങ്കിൽ സ്ലൈഡിങ് ഉണ്ടാവും ഗ്രെയിൻ ബൗണ്ടറീസിൽ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്രീപ്പ് എന്ന് പറയുക. ഈ സ്ലൈഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്രിസ്റ്റലൈൻ മെറ്റീരിയലിലെ ക്രീപ്പ് എന്ന് പറയുന്നുണ്ടാവും. ഓക്കെ, ഇനി ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് നമുക്ക് ഒരു മിനിറ്റ് കേട്ടോ. ഇനി ഇത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ഹോൾ-പെച്ച് ഇക്വേഷൻ എന്നാ പറയാം. ഇതിൽ വിസിബിൾ അല്ല, ഞാനത് എഴുതി കാണിക്കാം. ഓക്കെ, ഹോൾ-പെച്ച് ഇക്വേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താണ്? ഈൽഡ് സ്ട്രെസ്സും ഗ്രെയിൻ സൈസും ആണ്. ഗ്രെയിൻ സൈസ് ഓഫ് ദ മെറ്റീരിയൽ. ഈൽഡ് സ്ട്രെസ്സും അതുപോലെ തന്നെ ഈൽഡ് സ്ട്രെസ് നമുക്കറിയാം. ആ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഗ്രെയിൻ ബൗണ്ടറീസിന്റെ ആംഗിള്, അതിനനുസരിച്ച് എന്തുണ്ടാവും? അവിടെ ആ മെറ്റീരിയൽസ് ഗ്രെയിൻസ് അനുസരിച്ച് അവിടെ എന്തുണ്ടാവും? മെറ്റീരിയൽസിന് സ്ട്രെങ്ത് കൂടും. ഗ്രെയിൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഓക്കെ, മെറ്റീരിയൽസിന് സ്ട്രെങ്ത് കൂടും. ആസ് ലൈക്ക് ചിലപ്പോൾ ഒരു കേസ് ഹാർഡനിങ് ചെയ്ത പോലെയൊക്കെ തന്നെ ആക്ട് ആവുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഹോൾ-പെച്ച് ഇക്വേഷൻ. ഹോൾ-പെച്ച് ഇക്വേഷൻ ഞാനിവിടെ എഴുതാട്ടോ. ദാറ്റ് മീൻസ് എന്താ വരുന്നത്? സിഗ്മ 0 that is equal to sigma I plus k divided by root d. കിട്ടിയല്ലോ? എന്താ വരുന്നത്? സിഗ്മ 0 that is equal to sigma I plus k divided by root d. ഇനി നമുക്ക് നോക്കാം എന്താണിതെന്ന് നോക്കാം. സിഗ്മ 0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്നത് ഇത്രയേ ഉള്ളൂ. അതൊരു ഈൽഡ് സ്ട്രെങ്ത് ആണ്. സിഗ്മ 0 എന്ന് വെച്ചാൽ എന്താണ്? ഈൽഡ് സ്ട്രെങ്ത് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഈൽഡ് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ എന്താണ്? എത്രത്തോളം എമൗണ്ട് ഓഫ് സ്ട്രെസ് വേണം എന്തിന് ടു കോസ് എന്താണ്? പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ. വെച്ചിട്ടുണ്ടെങ്കിൽ ദ സ്ട്രെസ് നീഡഡ് ടു കോസ് എന്താണ്? പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക?
അതിനെയാണ് നമ്മൾ എന്ത് പറയുക, yield strength എന്ന് പറയാം. ഓക്കെ, ഡി എന്ന് വെച്ചാൽ എന്താ, അതിനകത്ത് തന്നെ ഉണ്ടല്ലേ ഡി എന്ന് വെച്ചാൽ എന്താണ്, ദാറ്റ് ഈസ് ഡി എന്ന് വെച്ചാൽ എന്താ, ആവറേജ് ഡയമീറ്റർ ഓഫ് ഗ്രെയിൻ ആണ്. ഗ്രെയിനിൻ്റെ ഡയമീറ്റർ ആണ് എന്തെന്നുള്ളത് ഡി എന്നുള്ളത്, ക്യാപിറ്റൽ ഡി എന്നുള്ളത്, റൂട്ട് ഡിനകത്തുള്ള ഡി. ഇനി നമുക്കറിയാം രണ്ട് കോൺസ്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്, ഒന്ന് കെയും ഒന്ന് സിഗ്മ ഐയും. ഈ കെയും സിഗ്മ ഐയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റൻസ് ആണ് മെറ്റീരിയൽസിൻ്റെ, ഓരോ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഡിസ്ലൊക്കേഷൻ ടെൻഷൻ. നമ്മൾ എന്താണ് എക്സ്പെരിമെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാറുണ്ട്, ഗ്രെയിൻ സൈസും അതുപോലെ തന്നെ ഡെൻസിറ്റി ഒക്കെ നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. ഓക്കെ, ഇതാണ് ദാറ്റ് ഈസ് ഇതിനെ പ്യുവർലി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കോൺസ്റ്റൻസ് ആണ് എന്ത് വരുന്നുണ്ടാവുക, സിഗ്മ ഐയും കെയും. ഇനി ഈ വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹോൾപേച്ച് ഇക്വേഷൻ സിഗ്മ നോട്ട് ഈക്വൽ ടു സിഗ്മ ഐ പ്ലസ് കെ ഡിവൈഡഡ് ബൈ റൂട്ട് ടി. ഇത് എല്ലായിടത്തും അപ്ലിക്കബിൾ അല്ല. ഈ ഇക്വേഷൻ എന്നുള്ളത് നമുക്ക് വാലിഡ് ആയിട്ടുള്ളത് വാലിഡ് ആയിട്ടുള്ളത് ലാർജ് ആയിട്ടുള്ള വെരി ലാർജ് ആൻഡ് വെരി ഫൈൻ ആയിട്ടുള്ള ഗ്രെയിൻ മെറ്റീരിയൽസിൽ മാത്രമേ നമുക്കത് അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഒന്നുമില്ലെങ്കിൽ വളരെ ലാർജ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം, വെരി ഫൈൻ. ഇങ്ങനത്തെ കേസിൽ മാത്രമേ നമുക്ക് എന്തായിട്ടുള്ളൂ, ഈ കേസ് നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, പിന്നീട് ഞാൻ പറയാം. ഫെറൈറ്റ്, പേളൈറ്റ് അല്ലെങ്കിൽ സിമെൻ്റൈറ്റ്, നമ്മൾ അയൺ ഫേസ് ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രം എടുക്കുമ്പോൾ പറയാം, അത് ഫേസുകളാണ്. ഈ ലിക്വിഡ് സോളിഡിഫൈ ചെയ്യുന്നതിന് പല ഫേസുകളാണ് എന്ത് വരുന്നുണ്ടാവുക, ഈ ഫെറൈറ്റ് അല്ലെങ്കിൽ സിമെൻ്റൈറ്റ്, പേളൈറ്റ്. അപ്പോൾ ഇതിനകത്തൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഫേസസിൽ. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് നമുക്ക് വാലിഡ് ആവുന്നത് ഏകദേശം ഗ്രെയിൻസിൻ്റെ സൈസ് ഒരു 500 നാനോമീറ്ററിന് താഴെയാണെങ്കിൽ, ഗ്രെയിൻസിൻ്റെ സൈസ് ഏകദേശം ഒരു 500 നാനോമീറ്റർ താഴെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ yield സ്ട്രെങ്ത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, yield സ്ട്രെങ്ത് എന്ന് വെച്ചാൽ എന്താണ്, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഒക്കെ അറിയാനായിട്ട് നമുക്ക് വേണ്ട സ്ട്രെസ്സിനെയാണ് yield സ്ട്രെങ്ത് എന്ന് പറയുന്നുണ്ടാവും. ഈ yield സ്ട്രെങ്ത് എന്നുള്ളത് ഏകദേശം ഒരു 400 MPa ആണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഏതിനകത്ത്, പ്യുവർ കോപ്പറിനകത്ത്. yield സ്ട്രെങ്ത് എത്ര വരുന്നത്, 400 MPa ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിനകത്ത് പ്യുവർ കോപ്പർ. അതുപോലെ തന്നെ അതിന് നമുക്ക് ഏകദേശം വരുന്നുണ്ടാവും ഗ്രെയിൻ സൈസ് എത്ര വരുന്നുണ്ടാവുക, 100 നാനോമീറ്റർ ആണ് നമുക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സോ താങ്ക് യു. എല്ലാവരും നല്ല രീതിയിൽ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കാം കേട്ടോ. താങ്ക് യു.